IPL 2026 ആവേശകരമായ ഘട്ടത്തിൽ ആരാധകർ കാത്തിരിക്കുന്ന ക്ലാസിക്കോ പോരാട്ടത്തിന് ചെപ്പോക്ക് സ്റ്റേഡിയം ഒരുങ്ങുന്നു. 5 തവണ വീതം കിരീടം നേടിയ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടുമ്പോൾ അത് വെറും ഒരു മത്സരം മാത്രമല്ല, മറിച്ച് മുംബൈയെ സംബന്ധിച്ച് ടൂർണമെന്റിലെ നിലനിൽപ്പിനായുള്ള ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. IPL 2026 സീസണിൽ മുംബൈ ഇന്ത്യൻസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ ബൗളിംഗ് നിരയുടെ ദയനീയമായ പ്രകടനമാണ്. ടീമിനെ വിജയവഴിയിൽ എത്തിക്കുന്നതിൽ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഈ സീസണിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. പവർ പ്ലേ ഓവറുകളിൽ എതിരാളികളെ വിറപ്പിക്കാൻ കെൽപ്പുള്ള ട്രെന്റ് ബോൾട്ടിന്റെ ഫോമില്ലായ്മ ടീമിന് വലിയ തിരിച്ചടിയായി. 4 മത്സരങ്ങളിൽ നിന്ന് വെറും 2 വിക്കറ്റുകൾ മാത്രം നേടാനായ ബോൾട്ട് 12-നടുത്തുള്ള എക്കോണമി റേറ്റിൽ റണ്ണുകൾ വഴങ്ങുന്നത് മുംബൈയുടെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്നു. ഇതിലുപരിയായി ലോകോത്തര ബൗളറായ ജസ്പ്രീത് ബുംറയുടെ വിക്കറ്റ് വരൾച്ച ആരാധകരെയും ടീം മാനേജ്മെന്റിനെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നുണ്ട്. 8 മത്സരങ്ങളിൽ നിന്ന് വെറും 2 വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ഇതുവരെ വീഴ്ത്താൻ കഴിഞ്ഞത്. നിലവിൽ 10 വിക്കറ്റുകൾ നേടിയ യുവതാരം AM ഗസൻഫർ മാത്രമാണ് മുംബൈ ബൗളിംഗിലെ ഏക ആശ്വാസം. പ്രധാന ബൗളർമാർ പതറുമ്പോൾ ഒരു യുവതാരത്തിന് മാത്രം മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ കഴിയാത്തത് മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യതകളെ പോലും പ്രതിസന്ധിയിലാക്കുന്നു. IPL 2026 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കരുത്ത് അവരുടെ ബാറ്റിംഗ് മികവും കൃത്യതയാർന്ന ബൗളിംഗുമാണ്. ബാറ്റിംഗിൽ സഞ്ജു സാംസണും നായകൻ ഋതുരാജ് ഗേക്വാദും മികച്ച ഫോമിൽ തുടരുന്നത് ടീമിന് വലിയ മുതൽക്കൂട്ടാകുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈക്കെതിരെ സഞ്ജു നേടിയ തകർപ്പൻ സെഞ്ചുറി ടീമിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയിട്ടുണ്ട്. ബൗളിംഗിലേക്ക് വരുമ്പോഴും ചെന്നൈ ഏറെ മുന്നിലാണ്. ഈ സീസണിൽ ഇതുവരെ ആകെ 47 വിക്കറ്റുകൾ വീഴ്ത്തിയ ചെന്നൈ ബൗളർമാർ 9.2 എന്ന മികച്ച എക്കോണമി റേറ്റിലാണ് പന്തെറിയുന്നത്. ഇത് മുംബൈ ഇന്ത്യൻസിന്റെ ബൗളിംഗ് എക്കോണമിയായ 10.6-നേക്കാൾ വളരെ മികച്ചതാണ്. എന്നാൽ സഞ്ജുവും ഋതുരാജിനും അപ്പുറം ശിവൻ ദുബെ, സർഫറാസ് ഖാൻ തുടങ്ങിയ മധ്യനിര താരങ്ങൾ ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നത് ചെന്നൈയെ സംബന്ധിച്ച് ചെറിയൊരു ആശങ്കയാണ്. ഈ ദൗർബല്യം മുതലെടുത്ത് വിക്കറ്റുകൾ വീഴ്ത്താനാകും വരും മത്സരങ്ങളിൽ മുംബൈ ശ്രമിക്കുക. IPL 2026 പോയിന്റ് പട്ടികയിൽ നിലവിൽ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ വലിയ അന്തരമുണ്ട്. 8 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുകൾ നേടിയ ചെന്നൈ പട്ടികയിൽ ഭേദപ്പെട്ട നിലയിലാണെങ്കിൽ 4 പോയിന്റ് മാത്രമുള്ള മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഹാർദിക് പാണ്ഡ്യയുടെ സംഘത്തിന് ഈ മത്സരത്തിൽ ജയം അനിവാര്യമാണ്. പ്രത്യേകിച്ച് അവരുടെ നെറ്റ് റൺ റേറ്റ് വളരെ പിന്നിലായതിനാൽ വരും മത്സരങ്ങൾ കടുത്ത പരീക്ഷണമായിരിക്കും. മത്സര വിശകലനത്തിലേക്ക് കടന്നാൽ ബാറ്റിങ്ങിനെ വല്ലാതെ തുണയ്ക്കുന്ന ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ ശരാശരി സ്കോർ 192 ആണ്. മുംബൈയുടെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് നിരക്ക് 220-ന് മുകളിൽ സ്കോർ ചെയ്യാൻ കൽപ്പുണ്ടെങ്കിലും അവരുടെ ബൗളിംഗ് നിരയുടെ പ്രകടനം ആശങ്കാജനകമാണ്. പവർ പ്ലേ ഓവറുകളിൽ ട്രെന്റ് ബോൾട്ടും ജസ്പ്രീത് ബുംറയും കൃത്യസമയത്ത് വിക്കറ്റുകൾ വീഴ്ത്തി ചെന്നൈയെ പ്രതിരോധത്തിലാക്കിയാൽ മാത്രമേ മുംബൈക്ക് ഈ പോരാട്ടത്തിൽ വിജയം പ്രതീക്ഷിക്കാനാകൂ. മറിച്ച് ചെന്നൈയുടെ ബാറ്റിംഗ് കരുത്തിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ മുംബൈയുടെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാകും. IPL 2026 ഈ നിർണായക പോരാട്ടം കേവലം ഒരു മത്സരത്തിനപ്പുറം മുംബൈ ഇന്ത്യൻസിന്റെ അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ബാറ്റിംഗ് നിരക്ക് മികച്ച സ്കോറുകൾ കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിലും ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ തുടങ്ങിയ പ്രമുഖ ബൗളർമാരുടെ ഫോമില്ലായ്മ മുംബൈയെ വല്ലാതെ വലയ്ക്കുന്നു. മറുവശത്ത് സഞ്ജു സാംസണിന്റെ മിന്നും ഫോമും കൃത്യതയാർന്ന ബൗളിംഗ് യൂണിറ്റും ചെന്നൈ സൂപ്പർ കിങ്സിന് വ്യക്തമായ മേൽക്കൈ നൽകുന്നുണ്ട്. ചെപ്പോക്കിലെ ബാറ്റിംഗ് അനുകൂല സാഹചര്യത്തിൽ മുംബൈയുടെ ബൗളർമാർ അച്ചടക്കം പാലിക്കുകയും പവർ പ്ലേ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്താൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫ് സ്വപ്നങ്ങൾ നിലനിർത്താനാകൂ. അല്ലാത്തപക്ഷം ഈ സീസണിൽ മുംബൈയുടെ യാത്ര കടുത്ത പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പാണ്.